എല്ലാവരും രാവിലെ ചായയൊക്കെ കുടിച്ചിട്ടിരിക്കുകയായിരിക്കും അല്ലേ? ഞാനെന്താ നല്ല കടുപ്പത്തിലൊരു ചായ ഉണ്ടാക്കി ഇനി അത് കുടിച്ചിട്ട് വന്നിട്ട് ബാക്കി ജോലികൾ ചെയ്യാം. അപ്പോൾ ഗൾഫിൽ കൊണ്ടുപോകാനായിട്ട് ബീഫ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ അതിൽ നിന്നൊരു 2 പിടി ബീഫ് എടുത്ത് മാറ്റി വെച്ചിരുന്നു. അപ്പോൾ അത് ഇന്ന് എന്തായാലും കറി വയ്ക്കാമെന്ന് കരുതിയിട്ട് രാവിലെ എടുത്ത് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചു. അതിനുശേഷം ഉരട്ടിക്ക് മാവ് കിണ്ടിയപ്പോഴാണ് ഓർത്തത് എന്തായാലും ബീഫ് കറി വയ്ക്കുമല്ലേ, അപ്പോൾ ഒരിത്തിരി നെച്ചോറും കൂടി വെച്ചാൽ ഇന്നത്തേടെ ഇങ്ങനെ അങ്ങ് കഴിയും. അങ്ങനെ ഞാൻ നാഴി അരിക്ക് ഒരിത്തിരി നെച്ചോറങ്ങ് ഉണ്ടാക്കി. നെച്ചോറ് ദമ്മിട്ട് വെച്ചതിന് ശേഷം ബീഫിൽ ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും എല്ലാം ചേർത്ത് നല്ലതുപോലെ തിരുമ്മി യോജിപ്പിച്ച് കുക്കറിലങ്ങ് വേവാൻ വെച്ച് ഒരു 3/4 വേവായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇറക്കിയിട്ട് സവാള അങ്ങ് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള വഴന്ന് വരുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഈ വേവിച്ച് വെച്ചിരുന്ന ബീഫും കൂടി ചേർത്ത് നല്ലതുപോലെ തിളപ്പിച്ച്, അപ്പോൾ ഈ ബീഫ് ചേർക്കുന്ന സമയത്ത് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കണേ. അപ്പോൾ നമ്മൾ എളുപ്പത്തിലുള്ള ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറിയും റെഡിയായി കിട്ടും. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഉരട്ടിയും പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ രാവിലത്തേക്ക് ഉരട്ടിയും ബീഫ് കറിയും, ഉച്ചക്കത്തേക്ക് ബീഫ് കറിയും നെച്ചോറുമായിരുന്നു. അപ്പം ഞാൻ നേരെ ഉൾട്ടായിരുന്നു. അപ്പം നെച്ചോറ് ചൂടോടുകൂടി തന്നെ ഞാൻ രാവിലെ കഴിച്ചു. അതിനുശേഷം കട തുറക്കാനായിട്ട് പോയി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും വരാം. ഓക്കെ, ബൈ.